Hari Om children, good morning. How are you all? Hope all of you are fine and safe at home. So stay home, stay safe. Today we are going to do some more problems from that chapter. Okay, so look here. Simplify comparing like terms. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? ലൈക്ക് ടേംസ് ഒരുമിച്ച് എടുത്തുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതും. Now look here. So 21b minus 32 plus 7b minus 20b. നോക്കിക്കേ, ഇതിലെ ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വേരിയബിൾ വരുന്ന ടേംസിനെ നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ലൈക്ക് ടേംസിനെ നമ്മൾ ഒരുമിച്ച് എടുത്തു. ഇതിലെ ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? അവന്തിക പറഞ്ഞേ, ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? 21b then 32 കോൺസ്റ്റന്റ് ആണ്. then അടുത്തത് ഏതാണ്? പ്ലസ് 7b then മൈനസ് 20b. ഇത് മൂന്നും ലൈക്ക് ടേംസ് ആണ്. എന്തുകൊണ്ടാണ് ലൈക്ക് ടേംസ് ആയത്? അതിന്റെ കൂടെയുള്ള വേരിയബിൾസ് സെയിം ആണ്. ഇനി എന്താണ് എഴുതാനുള്ളത്? മൈനസ് 32. Now we can add and subtract like terms. Like termsനെ നമുക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, 21b പ്ലസ് 7b. 21b യുടെ കൂടെ 7b ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് കൃഷ്ണ മനീഷ്? 21 പ്ലസ് 7 ചെയ്യും. 21 പ്ലസ് 7 is 28. So 28b. 21b plus 7b is 28b. Then 28b minus 20b. 28 ൽ നിന്നും 20 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 8. So the answer is 8b. Then minus 32. ഇത് മനസ്സിലായോ? This is the answer. അപ്പൊ എന്താ ചെയ്യുന്നത്? സിംപ്ലിഫൈ കമ്പൈനിങ് ലൈക്ക് ടേംസ്. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം, അതായത് ചെറുതാക്കി എഴുതണം. ഇങ്ങനെയാണ് ലൈക്ക് ടേംസിനെ ഒരുമിച്ച് എടുത്തുകൊണ്ട്. അപ്പൊ ഇവിടുത്തെ ലൈക്ക് ടേംസ് ഏതൊക്കെയാണ്? 21b, 7b, മൈനസ് 20b. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ വേരിയബിൾസ് വരുന്ന ടേമിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ലൈക്ക് ടേംസ് ഒരുമിച്ച് എഴുതുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ സൈനും എഴുതാൻ മറക്കരുത്. ഓക്കെ, സോ 21b then പ്ലസ് 7b then മൈനസ് 20b. പിന്നെ അടുത്ത ഏതാണ്? മൈനസ് 32. Now 21b plus 7b. 21 plus 7 is 28. 28 minus 20 is 8. So the answer here it is 8b. 8b minus 32. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. So this is the answer. Now second question is p minus q minus q minus q minus p. അപ്പൊ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റ് മാറ്റും. ഇവിടെ കണ്ടോ ബ്രാക്കറ്റ് കണ്ടോ? ഈ ബ്രാക്കറ്റിനെ അങ്ങ് മാറ്റും. നോക്കിക്കേ, പി മൈനസ് എന്നുള്ളത് ഈ പി മൈനസ് ക്യൂവിന് കോമൺ ആയിട്ടുള്ളതാണ് ഈ മൈനസ്. ഈ പി മൈനസ് ക്യൂവിന് കോമൺ ആയിട്ടുള്ളതാണ് ഈ മൈനസ്. അപ്പൊ നമ്മള് ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോ എന്ത് ചെയ്യും? ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ മൈനസ് ഇൻറ്റു ഹിയർ ഇറ്റ് ഇസ് പ്ലസ്. ഒന്നുമില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. So minus into plus is minus. So minus p then minus into minus. Minus into minus is plus. Negative into negative is positive. Positive into positive is positive. And negative into positive is negative. Same sign ആണെങ്കിൽ it is positive. Different sign ആണെങ്കിൽ multiply ചെയ്യുമ്പോൾ it is negative. ഇപ്പൊ നോക്കുക, ഇതേപോലെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഈ മൈനസ് എന്നുള്ളത് ഇതിന് രണ്ടിനും ഉള്ളതാണ്. So p minus into plus is minus p. Then this minus into minus is plus q. Then again minus q. ഈ മൈനസും ഇതേപോലെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. So minus into plus is minus q. Then minus into minus is plus p. ഇത് മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കിക്കേ, minus of a minus b. Minus of a minus b is എന്താണിത്? മൈനസ് ഇൻറ്റു ദിസ് ഇസ് നെഗറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്. മൈനസ് എ then മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ്. ഇത് ശ്രദ്ധിച്ചോണം. മൈനസ് ഓഫ് എ മൈനസ് ബി ഇസ്
ദിസ്. ഈ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് എ. Then negative into negative is positive. Okay. Now look here. Then P ഒരുമിച്ചെടുക്കും. Here P minus P. P minus P എത്രയാണ്? Simply P means it is 1P. വെറുതെ P എന്ന് പറഞ്ഞാൽ it is 1P. So 1P minus 1P is 0. ഇത് രണ്ടും കൂടെ subtract ചെയ്യുമ്പോൾ 0 കിട്ടും. Again Q minus Q. Q minus Q is 0. പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് ക്യൂ പ്ലസ് പി. സോ ദ ആൻസർ ഇസ് മൈനസ് ക്യൂ പ്ലസ് പി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് മാറ്റും. ബ്രാക്കറ്റ് മാറ്റാൻ എന്താ ചെയ്യുന്നത്? പുറത്ത് സൈൻ ആണെങ്കിൽ അത് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പി ഇസ് നെഗറ്റീവ് പി. ദെൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ് ക്യൂ. ദെൻ ഇത് അതുപോലെ എഴുതി. ഇതിവിടെ multiply ചെയ്തു. മൈനസ് ഇൻറ്റു പ്ലസ് ക്യൂ ഇസ് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്. സോ നെഗറ്റീവ് ക്യൂ. ദെൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ് പി. ഓക്കെ. ഇനി ലൈക്ക് ടേംസ് ഒരുമിച്ചെടുത്തു. പി മൈനസ് പി. പി മൈനസ് പി ഇസ് 0. ക്യൂ മൈനസ് ക്യൂ. ക്യൂ മൈനസ് ക്യൂ ഇസ് 0. പിന്നെ ബാക്കിയുള്ള ഏതാണ്? മൈനസ് ക്യൂ പ്ലസ് പി. ഓക്കെ. സോ ദ ആൻസർ ഇസ് മൈനസ് ക്യൂ പ്ലസ് പി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ? തിരിച്ച് പി മൈനസ് ക്യൂ എന്ന് എഴുതാം അല്ലെ? പി ആദ്യം എഴുതി. പി എന്ന് വെച്ചാൽ പോസിറ്റീവ് പി. സോ പി ദെൻ മൈനസ് ക്യൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. 5x squared y minus 5x square plus 3yx square minus 3y square plus x square minus y square plus 8xy square minus 3y square. അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും? ഇതിലെ ലൈക്ക് ടേംസിനെയൊക്കെ ആദ്യം ഒരുമിച്ച് എഴുതും. ഓക്കെ. സോ this is equal to 5x square y. 5x square y. x square y യുടെ ടേംസ് ഒക്കെ ഒരുമിച്ച് എടുക്കും. x square y. x ന്റെ സ്ക്വയറും y. വേറെ എവിടെയുണ്ട്? ദാ x square y. ഇത് തിരിഞ്ഞു കിടന്നാലും it is x square y. So plus 3x square y. Again x square y യുടെ ഉണ്ടോ? ഇത് xy square ആണ്. അപ്പൊ ഇത് രണ്ടുമേ ഉള്ളൂ. Then again minus 5x square. മൈനസ് 5x square. x സ്ക്വയറിന്റെ ടേംസ് ഒരുമിച്ച് എടുത്തു. സോ മൈനസ് 5x square എടുത്തു. പിന്നെ ഏതാ ഉള്ളത്? ഇനി ഇവിടെ ഒരു x square ഉണ്ട്. പ്ലസ് x square. ഓക്കെ. ഇനി എടുക്കാനുള്ള ഏതാ? മൈനസ് 3y square. മൈനസ് 3y square. ഇനി എടുക്കുന്നത് y സ്ക്വയറിന്റെ. സോ ഇതെടുത്തു. ഇനി ഇതാ ഇവിടെ ഒരു മൈനസ് y square ഉണ്ട്. എഗെയിൻ ഇവിടെ ഒരു മൈനസ് 3y square ഉണ്ട്. ഇനി ഏതാ ഉള്ളത്? പ്ലസ് ഇതെടുത്തു 8xy square. ഓക്കെ. ഒരേപോലെയുള്ള ടേംസ്, അതായത് ലൈക്ക് ടേംസിനെ ഒരുമിച്ച് എടുത്തു. ലൈക്ക് ടേംസിനെ ഇവിടെ ഒരുമിച്ച് എഴുതി. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാലോ. നോക്കിക്കേ. ദിസ് ഇസ് ഈക്വൽ ടു 5x square y plus 3x square y. 5x square y യുടെ കൂടെ 3x square y ആഡ് ചെയ്യുമ്പോൾ എത്ര x square y ആണ്? 5 plus 3. 5 plus 3 is 8. 8x square y. 8x square y. അടുത്തത് minus 5x square plus x square. That is minus 5 plus 1. ഇല്ലേ? minus 5x square ന്റെ കൂടെ 1x square ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ഇവിടെ നോക്കിയാൽ ഡിഫറെന്റ് സൈൻ ആണ്. മൈനസ് 5ഉം പോസിറ്റീവ് 1ഉം ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ആഡ് ചെയ്യുന്നത്? ഡിഫറൻസ് എടുക്കുക, വലുതിന്റെ സൈൻ ഇടുക. സോ മൈനസ് 5ന്റെയും 1ന്റെയും കൂടെ ഡിഫറൻസ് 4. വലുതിന്റെ സൈൻ ഇസ് നെഗറ്റീവ്. സോ ദ ആൻസർ ഹിയർ ഇറ്റ് ഇസ് മൈനസ് 4x square. അല്ലെങ്കിൽ മൈനസ് 5ൽ നിന്നും ഒരു പ്ലസ് 1 പോയി കഴിഞ്ഞാൽ ബാക്കി മൈനസ് 4. ഓക്കെ. ദെൻ മൈനസ് 3y square മൈനസ് y square. രണ്ടും സെയിം സൈൻ ആണ്. മൈനസ് 3 നോക്കിക്കേ. മൈനസ് 3y square മൈനസ് y square. ഇതെങ്ങനെ എഴുതാം? മൈനസ് 3y square പ്ലസ് മൈനസ് y square. എത്രയാണ്? മൈനസ് 3 മൈനസ് y. മൈനസ് 3 മൈനസ് 1. മൈനസ് 3 മൈനസ് 1 is മൈനസ് 4y square. ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൈനസ് 4y square. ആ മൈനസ് 4y square again മൈനസ്
3y². അപ്പം ഒരേപോലത്തെ സൈൻ വന്നാൽ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. -4 പ്ലസ് -3 ദാറ്റ് ഇസ് -7y². -3 -1 -3 -3 -1 -3 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -3 പ്ലസ് -1 പ്ലസ് -3 എന്ന് എഴുതാം. So subtraction means adding the additive inverse. അതാണ് ഇവിടെ നെഗറ്റീവ് എന്നുള്ളത് പ്ലസ് ആയി, ഇതിന്റെ സൈൻ -1 ആയി. ഓക്കെ, അഗൈൻ ഇവിടെ സബ്ട്രാക്ഷൻ ആയിരുന്നു. പ്ലസ് 3 എന്നുള്ളത് -3 ആയി. സോ -3 പ്ലസ് -1 is -4. -4 plus -3 is -7. Okay. So this is -7y². ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? പ്ലസ് 8xy². Now this is the answer. Okay. ഇത് x² ന്റെ ടേം, x² ന്റെ ടേം, y² ന്റെ ടേം, xy² ന്റെ ടേം. Now next is add. -7mn plus 5, 12mn plus 2, 9mn minus 8, 2mn minus 3. ഇതിനെ ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും. 7mn plus 5 plus 12mn plus 2 plus 9mn minus 8 plus minus 2mn minus 3. ഇത്രയും എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാനായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ഇട്ട് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ലൈറ്റ് ടേംസിനെ ഒരുമിച്ചെടുക്കും. ഒരേപോലത്തെ ടേംസ്, ഒരേപോലെ വേരിയബിൾസ് വരുന്ന ടേംസിനെ ഒരുമിച്ചെടുക്കും. കോൺസ്റ്റന്റിനെ ഒക്കെ കൂടെ ഒരുമിച്ചെടുക്കും. ഓക്കെ, സോ -7mn, mന്റെ ടേംസ് എല്ലാം ഒരുമിച്ചെടുക്കുക. സോ ഫസ്റ്റ് ഇസ് -7mn, then 12mn plus 12mn, then plus 9mn, then plus -2mn. സൈൻ എടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം സൈൻ എടുക്കാൻ. ഓക്കെ, സോ mന്റെ ടേം നമ്മൾ എടുത്തു. ഇനി അടുത്ത ഏതാ? കോൺസ്റ്റന്റ് ടേംസ് ഒരുമിച്ചെടുക്കും. സോ +5, then +2, then -8, then -3. Okay, now -7mn plus 12mn, -7 plus 12 ഡിഫറൻസ് സൈൻ ആണ് വന്നത്, ഇടയ്ക്ക് പ്ലസ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഡിഫറൻസ് എടുക്കുക ചെയ്യുന്നത്. ഇല്ലേ? നോക്കിക്കേ, -3 plus 4 എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പ്ലസ് ആണെങ്കിലും രണ്ട് സൈനും ഡിഫറെന്റ് ആയത് കാരണം, രണ്ടും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും നമ്പർ ആയത് കാരണം നമ്മളിവിടെ പ്ലസ് ആണെങ്കിലും എന്താ ചെയ്യുന്നത്? നമ്മള് ഡിഫറൻസ് എടുത്തിട്ട് വലുതിന്റെ സൈൻ ഇടും. സോ 4 - 3 is 1. 1ന്റെ സൈൻ ഏതാ ഇടുന്നത്? വലിയ നമ്പറിന്റെ സൈൻ, ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, അതുപോലെ -7 plus 12, -7 plus 12 ഡിഫറൻസ് എടുക്കുക. വൺ ഇസ് നെഗറ്റീവ്, ദ അതർ വൺ ഇസ് പോസിറ്റീവ്. ഇപ്പൊ ഡിഫറൻസ് എന്താണ്? The signs are different. One is negative, the other one is positive. അതും പ്ലസ് ചെയ്യാനാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് എടുക്കും. 12ന്റെയും 7ന്റെയും കൂടെ ഡിഫറൻസ് എത്രയാണ്? 5. 12ന്റെയും 7ന്റെയും കൂടെ ഡിഫറൻസ് 5 ആണ്. പക്ഷെ വലുതിന്റെ സൈൻ ഇസ് പോസിറ്റീവ്. സോ ഹിയർ -7m plus 12m is 5m. Then 5m plus 9m. 5 plus 9 is 14mn. Then 14mn minus 2mn. 14mn ൽ നിന്നും -2 പോയാൽ എത്രയാണ്? It is 12. Okay, so this is equal to 12mn. Then 5 plus 2. 5 plus 2 is 7. 7 minus 8. 7 minus 8 is -1. Then -1 minus 3 is -4. The answer is 12mn minus 4. മനസ്സിലായോ? സോ ഇത് ആഡ് ചെയ്യാനാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇത് പ്ലസ് ഇട്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ടേംസിനെ ഒരുമിച്ച് എഴുതും. എന്നിട്ട് എന്ത് ചെയ്തു? നോക്കിക്കേ, -7 plus 12, -7 plus 12 രണ്ടും ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മള് ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇന്റീരിയേഴ്സ് പഠിച്ച ഓർമ്മയുണ്ടോ? സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സിനും ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ കോമൺ ആയിട്ടുള്ള സൈൻ ഇടും.
ഇനി അഡീഷൻ ആണ്, പക്ഷെ രണ്ട് ഡിഫറെന്റ് സൈനുള്ള നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ ഡിഫറൻസ് എടുത്തിട്ട് വലുതിന്റെ സൈൻ ആണ് ഇടുന്നത്. അതുപോലെ ഇവിടെ -7 + 12 ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 5 അല്ലെ? 12 - 7 is 5. So and it is positive. 12 ന്റെ സൈൻ പോസിറ്റീവ് ആയത് കാരണം പോസിറ്റീവ് ആണ്. Then 5 + 9. 5 + 9 is 14. Then 14 - 2 is 12. So 12 mn. Then again here 5 + 2. 5 + 2 is 7. 7 - 8. 7 - 8. That is 7 + -8. That is -1. -1 - 3 is -1 + -3. That is -4. So the answer is 12 mn - 4. Next question. AB - 4A, 4B - AB, 4A - 4B. ഇത് ആഡ് ചെയ്യണം. സോ എന്താ ആദ്യം ചെയ്യുന്നത്? AB - 4A plus 4B - AB, then plus 4A - 4B. What's the next step? സിദ്ധാർത്ഥ്, ലൈക്ക് ടേംസിനെ നമ്മൾ ഒരുമിച്ചെടുക്കും. ഇവിടെ ഏതൊക്കെയാ ലൈക്ക് ടേംസ്? AB, വേറെ എവിടെയെങ്കിലും AB ഉണ്ടോ? 1 - AB is here. So this AB യും ഈ -AB സൈനും കൂടെ എടുക്കാൻ ഓർത്തോണം. Then next is -4A. Then A യുടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? Yes, +4A. Then +4B. Then -4B. Now AB - AB. 5 - 5 is 0. So AB - AB is 0. -4A + 4A. -4A + 4A is 0. Then 4B - 4B is 0. So the answer is 0. Now next is subtract. First question. A into B - 5 from B into 5 - A. അപ്പൊ നോക്കിക്കേ, ഇതിനെ ഏതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഫ്രം ദിസ്. അപ്പൊ ആദ്യം ഏതാ എഴുതേണ്ടത്? ഇതാണ് ആദ്യം എഴുതേണ്ടത്. സോ B into 5 - A യിൽ നിന്നാണ് ഏത് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇത് -A into B - 5. ഓക്കെ, അപ്പം ഇതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഏതാ എഴുതുന്നത്? ഇതാണ് എഴുതേണ്ടത്. Now അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് മാറ്റാം. സോ ഈ ബി ഈ 5 - Aക്ക് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ B യെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ B into 5. B into 5 is 5B. Then minus B into A. B into A is BA or AB. Again, here it is -A. minus A ഉണ്ട്. ഈ -A ആണ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. So -A into B is -AB. -A into B. Here it is positive. Negative into positive is negative. A into B is AB. Again, negative A into -5. Negative into negative is positive. And A into 5 is 5A. ഇത് മനസ്സിലായോ? നമ്മൾ ആദ്യം ബ്രാക്കറ്റ് മാറ്റും. സോ B എന്നുള്ളത് ഈ ബ്രാക്കറ്റിൽ ഉള്ളതിന് കോമൺ ആയിട്ടുള്ളതാണ് ഈ B. അപ്പൊ ഈ B യെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ B into 5 is 5B. Then minus. Positive into negative is negative. Then B into A is AB. Then here -A. ഈ -A ആണ് ഇതിന് കോമൺ. സോ -A വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -A into here it is positive. -A into positive B. Negative into positive is negative. A into B is AB. Then again negative into negative is positive. A into 5 is 5A. Okay. Now this is equal to 5B. B യുടെ വേറെ ടേംസ് ഒന്നുമില്ല. Then -AB -AB. -1AB -1AB. -1 -1 അല്ലേ? -1AB -1. That is -1 -1. ഇതെങ്ങനെ എഴുതും? -1 plus -1. That is -2. Okay, -AB യും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? It is -2AB. Then plus 5A. This is the answer. Okay. Now second question. 4PQ minus 5Q² minus 3P² from 5P² plus 3Q² minus PQ. അപ്പൊ
ഇതിനെ ഇതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഏതാ എഴുതുന്നത്? ഇതാണ് എഴുതുന്നത്. സോ 5p² പ്ലസ് 3q² മൈനസ് pq മൈനസ് എന്തെഴുതും? ഇത് 4pq മൈനസ് 5q² മൈനസ് 3p². ഓക്കെ, സോ ഇതിനെ ഇതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇതെഴുതി ആദ്യം ഇതെഴുതി then മൈനസ് this. Okay, now this is equal to 5p² plus 3q² minus pq. ഇനി ആദ്യം എന്ത് ചെയ്യും? ഈ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, minus into 4pq is minus 4pq. Then minus into minus is plus 5q². Then minus into minus is plus 3p². Okay, subtraction means adding the additive inverse. അപ്പൊ ഇവിടെ സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പ്ലസ് ആക്കിയിട്ട് ഇതിന്റെ അകത്തുള്ളതിന്റെയൊക്കെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ളതിന്റെ സൈൻ അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഒരേപോലത്തെ ടേംസിനെ ഒരുമിച്ച് എഴുതും. സോ 5p². ഇനി p² ടേംസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയതാ, ഇവിടെ ഉണ്ട് ഒരു പ്ലസ് 3p² ഉണ്ട്. ദെൻ നെക്സ്റ്റ് q² എഴുതും. പ്ലസ് 3q². q² ടേം ഉണ്ടോ? യെസ്, പ്ലസ് 5q². ദെൻ അടുത്തത് pq മൈനസ് pq. ദെൻ മൈനസ് 4pq. ഓക്കെ, നൗ 5 plus 3 is 8. So 8p² plus 3 plus 5 is 8q². Then minus pq minus 4pq. ഒരേ സൈൻ ആണ്. ഒരേ സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. സോ മൈനസ് 1 minus 4 is minus 5pq. Okay, this is the answer. Now look here. A minus b minus 2a plus b. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഈ ബ്രാക്കറ്റ് മാറ്റുന്നത് നോക്കാലോ. നോക്കിക്കേ, a minus b minus this. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. സോ എന്ത് ചെയ്താൽ മതി? a minus b സബ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? a minus b മൈനസ്, ഇതാണ് മൈനസ് ചെയ്യുന്നത്. അപ്പം ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. പ്ലസ് ആകുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്, ദാറ്റ് ഇസ് പ്ലസ് 2a എന്നുള്ളത് മൈനസ് 2a ആകും. പ്ലസ് b എന്നുള്ളത് മൈനസ് b എന്നാകും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇവിടെയുള്ള മൈനസ് എന്താകും? പ്ലസ് ആകും. പ്ലസ് ആക്കുമ്പോ ഇത് ഇവിടെ കിടക്കുന്ന നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന എന്താണോ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ നെഗറ്റീവിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ കാണിച്ചു തരാം. a മൈനസ് ബി, ദെൻ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ് 2a. ദെൻ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ് b. കണ്ടോ, ഇത് രണ്ടും സെയിം അല്ലേ? ഇവിടെ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ഇവിടെ പ്ലസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇവിടുത്തെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ നെഗറ്റീവിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്, ദെൻ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് നെഗറ്റീവ്. അങ്ങനെ ചെയ്താലും മതി. Now next question. From the sum of 4 plus 3x and 5 minus 4x plus 2x square, subtract the sum of 3x square minus 5x and minus x square plus 2x plus 5. ഇതെന്താ മനസ്സിലായോ? From the sum of this, ഇതിന്റെ സമ്മിൽ നിന്നും subtract the sum of this. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സം കണ്ടുപിടിക്കണം, ഇതിന്റെ സമ്മും കണ്ടുപിടിക്കണം. എന്നിട്ട്
ഇതിന്റെ സമ്മിൽ നിന്നും ഇതിന്റെ സം സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ലുക്ക് ഹിയർ. നമുക്ക് ആദ്യം ഇതെടുക്കാം. സോ 4 പ്ലസ് 3x പ്ലസ് 5 മൈനസ് 4x പ്ലസ് 2x സ്ക്വയർ. ഇതിന്റെ സം ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലൈക്ക് ടേംസ് ഒരുമിച്ച് എടുത്തു. അപ്പൊ ആദ്യം എക്സ് സ്ക്വയറിനെ ഞാൻ എടുക്കുവാണേ. 2x സ്ക്വയർ. അടുത്ത എന്താ, എക്സിന്റെ ടേം ഒരുമിച്ച് എടുത്തു. പ്ലസ് 3x മൈനസ് 4x. പിന്നെയോ കോൺസ്റ്റന്റ് ടേമിനെ ഒരുമിച്ച് എടുത്തു. എല്ലാ ടേംസും ആയില്ലേ? 1 2 3 4 5 1 2 3 4 5 ടേംസ് എടുത്തു. Now this is equal to x സ്ക്വയറിന്റെ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. So 2x square. Now 3x minus 4x. 3 minus 4. 3 minus 4 is minus 1. So 3x minus 4x is minus 1x or simply minus x. Plus 4 plus 5. 4 plus 5 is 9. അപ്പൊ നമ്മൾ ആദ്യത്തെ ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ സം കിട്ടി. ഇതാ. ഇനി രണ്ടാമത്തെ സം കണ്ടുപിടിക്കാൻ പോവാണ്. 3x square minus 5x plus minus x square plus 2x plus 5. Okay, ഇതിന്റെ സം കണ്ടുപിടിക്കാണ്. So we can take the like terms together. 3x square, then one more x square is here, plus minus x square, then x in the term minus 5x is here, then plus 2x, then constant term 5. 1 2 3 4 5 terms. 1 2 3 4 5 terms ഉണ്ട്. Now this is equal to 3x square plus minus 1x square. 3 plus minus 1. 3 ൽ നിന്ന് minus 1 പോയാൽ it is 2x square. So 2x square. Then minus 5 plus 2. Minus 5 plus 2. Different sign ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇടുക. So 5 ൽ നിന്ന് 3 minus 2 minus ചെയ്താൽ it is 3. വലുതിന്റെ സൈൻ is negative. So minus 3x plus 5. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ സം കണ്ടുപിടിച്ചു. ഇത് പിന്നെ ഇതിന്റെ സം കണ്ടുപിടിച്ചു. ഇത് ഇനി എന്താ ചെയ്യുന്നത്? ഫ്രം ദ സം ഓഫ് ദിസ്. സം ഓഫ് ദിസ് ഇസ് ദിസ്. ഓക്കെ, സബ്ട്രാക്ട് ദ സം ഓഫ് ദിസ്. ഇത് സബ്ട്രാക്ട് ചെയ്യാനായിട്ടാ. അപ്പൊ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് 2x സ്ക്വയർ മൈനസ് x പ്ലസ് 9 മൈനസ് 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നമ്പറിനെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ എഴുതണം. മൈനസ് കഴിഞ്ഞാൽ അടുത്ത എക്സ്പ്രഷനെ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്താണ് ഇടുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? നമ്മൾ ബ്രാക്കറ്റ് മാറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് x പ്ലസ് 9. ടീച്ചർ പറഞ്ഞു ഇത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് പ്ലസ് ആക്കുക, ഇങ്ങോട്ടുള്ളതിന്റെ സൈനൊക്കെ അങ്ങ് മാറ്റുക. ഇതിനെ പ്ലസ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ 2x സ്ക്വയർ എന്നുള്ളത് എന്താവും? മൈനസ് 2x സ്ക്വയർ ആകും. മൈനസ് 3x പ്ലസ് 3x ആവും. പ്ലസ് 5 മൈനസ് 5 ആകും. സബ്ട്രാക്ഷൻ മീൻസ് ആഡിങ് ദ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ സബ്ട്രാക്ഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ സബ്ട്രാക്ഷനെ പ്ലസ് ആക്കുക, ഇങ്ങോട്ടേക്ക് എല്ലാത്തിന്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് സൈൻ ചേഞ്ച് ചെയ്താൽ മതി. Now like termsനെയൊക്കെ ഒരുമിച്ച് എഴുതും. This is equal to 2x square ഉണ്ട്, ഇവിടെ ഒരു minus 2x square ഉണ്ട്. So 2x square plus minus 2x square. ഇതും എടുത്തു. ഇനി അടുത്തത് x ന്റെ ടേം minus x ഉം plus 3x ഉം. Then minus x plus 3x. Then അടുത്തത് constant term 9 ഉം minus 5 ഉം plus 9 minus 5. Okay, now this is equal to 2x square plus 2 plus minus 2. 2 plus minus 2 is 0. So ഈ term 0 ആയി പോകും. Then minus x plus 3x. Minus 1 plus 3 is different sign ആണ്, ആഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് എടുക്കുക, വലുതിന്റെ സൈൻ ഇടുക. മൈനസ് 1ന്റെയും 3യുടെയും കൂടെ ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് 2. വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ 2x. Then 9 minus 5 is 4 plus 4. 2x minus x plus 3x എന്നുള്ളത് 2x ആണ്. 9 minus 5 എന്നുള്ളത് 4 ആണ്. So the answer is 2x plus 4. Okay. ഇതിന് എന്താ ചെയ്തത്? നോക്കിക്കേ, from the sum of this subtract the sum of
പ്ലസ്. അപ്പൊ അതിനെന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഇതിന്റെ സം കണ്ടുപിടിച്ചു. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തിന്റെ സം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തിന്റെ സമ്മിൽ നിന്നും രണ്ടാമത്തിന്റെ സം സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ. Now next is finding the value of an expression. Look here. If a is equal to 2, b is equal to minus 2, find the value of a square plus ab plus b square. a യുടെ വാല്യൂ 2 ഉം b യുടെ വാല്യൂ മൈനസ് 2 ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പൊ അതിന് എന്താ ചെയ്യുന്നത്? നമ്മള് ഇവിടുത്തെ എക്സ്പ്രഷനിൽ എക്ക് പകരം എന്തിട്ട് കൊടുക്കും? 2 ഇട്ട് കൊടുക്കും. ബിക്ക് പകരം മൈനസ് 2 ഇട്ട് കൊടുക്കും. സോ ലുക്ക് ഹിയർ. സോ a square plus ab plus b square is equal to എക്ക് പകരം എന്തായിട്ട് കൊടുക്കുന്നത്? 2. അപ്പൊ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് abക്ക് പകരം എന്ത് വരും? 2 into b is minus 2. a into b is 2 into minus 2 plus b is minus 2. So b square is minus 2 square. ഇത് എന്താന്ന് മനസ്സിലായോ? ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോ? ഈ ഒരു എക്സ്പ്രഷനില് എക്ക് പകരം നമ്മൾ 2 ഇട്ട് കൊടുക്കും, ബിക്ക് പകരം മൈനസ് 2 ഇട്ട് കൊടുക്കും. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. if a is equal to 2, b is equal to minus 2, find the value of this expression. So ഈ എക്സ്പ്രഷനിലെ എക്കും ബിക്കും തന്നിരിക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. So this is equal to 2 square. 2 square is 2 into 2. 2 into 2 is 4. So 4 plus 2 into minus 2. Positive and negative is negative. Then 2 into 2 is 4. So this is equal to minus 4. This is plus minus 2 square. Minus 2 square is minus 2 into minus 2. Negative into negative is positive and 2 into 2 is 4. So this is equal to plus 4. Okay. Now 4 plus minus 4. Different sign aane plus aane. But take the difference. 4 minus 4 is 0. So 4 minus 4 would add it is 0. Baaki etra inda? 4. So the answer is 4. Okay, look at next question. When a equal to 0, b is equal to minus 1, find the value of 2a square b plus 2ab square plus ab. ഈ എക്സ്പ്രഷന്റെ അകത്ത് എക്ക് പകരം 0യും ബിക്ക് പകരം മൈനസ് 1 ഇട്ട് കൊടുക്കും. ഓക്കെ. സോ ദ എക്സ്പ്രഷൻ ഇസ് 2a square b plus 2ab square plus ab. Here a is 0. So 2 into 0 square into minus 1 plus 2 into 0 into minus 1 square. Then ab under plus a is 0. 0 into minus 1. Okay. 2a square. 2 into a square. A is 0. 0 square into b is minus 1 plus 2ab square. 2 into a is 0 and b is minus 1. So minus 1 square plus ab. A is 0 and b is minus 1. Okay. 0 square is 0. But 2 into 0 into minus 1 is 0. 0 ray numbers നമ്മൾ multiply ചെയ്യുമ്പോൾ ഇടയ്ക്ക് 0 വന്നാൽ ആൻസർ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. So 2 into 0 into minus 1 is 0. Again 2 into 0. This is also 0. Then 0 into minus 1 is 0. So the answer is 0. Okay. Again next one. If p is equal to minus 10, find the value of this expression. So the expression is p square minus 2p minus 100. This is equal to putting the value p is equal to minus 10 in this expression. So endu varum? p ക്ക് പകരം minus 10 ഇടുമ്പോൾ minus 10 square. Then minus 2 into minus 10. Then minus 100. This is equal to minus 10 square. Minus 10 into minus 10 is negative into negative is positive and 10 into 10 is 100. So here it is 100. Then negative 2 into minus 10. Here the minus is there. Then 2 into minus 10 is minus 10. Minus into this minus is positive. Negative 2 into minus 10. അല്ലേ? അല്ലെങ്കിൽ എന്താ എഴുതിയാൽ മതി? So here it is minus. So 100 minus 2 into minus 10 is minus 20. Minus 20. Okay. 2 into minus 10 is minus 20.
then this is minus 100. This is equal to 100. Then negative into negative is positive. 20 minus 100. Okay. Then 100 minus 100. 100 minus 100 is 0. The remaining number is 20. So the answer is 20. ഇത് ചെയ്യുന്ന മനസ്സിലായോ? തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എന്ത് ചെയ്യും? വാല്യൂസ് ഇട്ട് കൊടുക്കും. ഓക്കെ. Now next question. Simplify the expression and find the value when a is equal to 5 and b is equal to minus 3. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം വാല്യൂസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ. Now this is equal to, നോക്കിക്കേ, ആദ്യം ഇതിന്റെ ബ്രാക്കറ്റ് മാറ്റുകയാണ്. ബ്രാക്കറ്റ് ഈ 2 ഇതിന് കോമൺ ആണ്. സോ ഈ ബ്രാക്കറ്റ് ഈ അകത്തേക്ക്, സോ ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. 2 into a square is 2a square plus 2 into ab is 2ab. Then plus 3 minus ab. Okay, 2a square ന്റെ വേറെ ടേംസ് ഒന്നുമില്ല. സോ 2a square അതുപോലെ എഴുതും. Plus 2ab minus ab. 2 minus 1ab, that is ab. Plus 3. Okay. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? Plus 2ab. Plus 2ab ൽ നിന്നും minus ab means it is minus 1ab. ഒരു ab അല്ലേ? Minus ab means it is minus 1ab. So plus 2ab minus 2 minus 1 is 1ab. 1ab എന്ന് പറഞ്ഞാൽ it is ab. So plus ab plus 3 എഴുതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? Putting the value of a equal to 5 and b is equal to minus 3. ഇതിൽ a ക്ക് പകരം 5 ഇട്ട് കൊടുക്കും. So 2 into 5 square plus ab, again 5 into minus 3 plus 3. അതുപോലെ എഴുതി. a ക്ക് പകരം 5 ഇട്ട് കൊടുത്തു, b ക്ക് പകരം minus 3 ഇട്ട് കൊടുത്തു. മനസ്സിലായോ? Now this is equal to 5 square is 5 into 5. 5 5s are 25. 25 into 2 is 50. Then 5 3s are 5 into minus 3 is minus 15 plus 3. Okay. 50 plus minus 15. 50 ൽ നിന്നും minus 15 പോയാൽ എത്ര കിട്ടും? 35. So it is positive. Positive 35 plus 3. Positive 35 plus 3 is positive 38. So positive 38 is the answer. So നോക്കിക്കേ, simplify the expression and find the value when a is equal to 5 and b is equal to minus 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം സിംപ്ലിഫൈ ചെയ്ത് ലൈക്ക് ടേംസിനെയൊക്കെ ഒരുമിച്ചെടുത്ത് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇട്ട് കൊടുത്തു. 5 5s are 25. 25 into 2 is 15. Then 5 into minus 3 is minus 15. Then positive 3. Then 50 minus 15 അല്ലെങ്കിൽ 50 plus minus 15 is 35. 35 plus 3 is 38. മനസ്സിലായോ? So hope all of you understand today's class. If you have any doubt, you can ask me during the interactive session. We will meet in the interactive session. Until then, bye.